എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ്. കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഇപ്പോഴെങ്ങാനും തീരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് മനോരോഗ വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. സംഗതി വേറെ ഒന്നുമല്ല, കുറ്റ്യാടിയിലെ പുതുയുഗ യാത്രയുടെ വേദിയിൽ നടന്ന ചില പുത്തൻ യുഗ കാഴ്ചകളാണ് ഇന്നത്തെ വിഷയം. മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞിട്ടേ കോൺഗ്രസിൽ ആരുമുള്ളൂ എന്നത് എഴുതപ്പെടാത്ത നിയമമാണ്. പക്ഷേ വി.ഡി. സതീശൻ വരുന്നതിനു മുമ്പേ വേദികളെ പൂരപ്പറമ്പാക്കിയ ചരിത്രമുള്ള ആളാണ് ഷാഫി പറമ്പിൽ. എന്നിട്ടും അവിടെ എന്ത് സംഭവിച്ചു? സമയം വൈകിപ്പോയി എന്ന ലൊട്ടിലൊടുക്ക് ന്യായവും പറഞ്ഞ് ഷാഫിയെ അങ്ങ് സൈഡാക്കി. പാവം ഷാഫി. എല്ലാവരും വി.ഡി. സതീശന്റെ വരവും കാത്ത് ആകാശത്തേക്ക് നോക്കി നിന്നപ്പോൾ താലപ്പൊലിയും പിടിച്ച് തൊട്ടടുത്ത് നിന്ന ഷാഫിയെ ആരും കണ്ടില്ല. കണ്ടില്ലെന്ന് മാത്രമല്ല, ഷാഫിക്കത് കണ്ടു നിൽക്കാനും കഴിഞ്ഞില്ല. കണ്ടില്ലേ, ഒരു നിമിഷം പരിസരം മറന്ന് ഷാഫി അങ്ങ് റിയാക്ട് ചെയ്തു പോയി. സതീശൻ സാറിന്റെ പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിക്കുമ്പോഴും സൈഡിൽ ഒരാൾ എന്റെ പേര് ലിസ്റ്റിലില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥ. ഒടുവിൽ മറ്റ് നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഷാഫി മൈക്കിന് മുന്നിലെത്തി. കണ്ണുനീർ തോർന്നിട്ടില്ലെങ്കിലും ഷാഫി സ്റ്റൈൽ മാസ് ഡയലോഗിന് കുറവൊന്നുമുണ്ടായില്ല. പക്ഷേ ഇത്തവണ ആ വെടി പൊട്ടിയത് സതീശൻ സാറിന് നേരെയായിരുന്നു എന്ന് മാത്രം. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഷാഫി അടിച്ച ആ ഡയലോഗ് കേട്ട് സതീശൻ പോലും ഒന്ന് അമ്പരന്ന് കാണും. പറയുന്നു, നൂറിൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു അഭിവാദ്യങ്ങൾ. ഇതിനിടയിലാണ് നമ്മുടെ DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിന്റെ എൻട്രി. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും അവിടെ നടന്നത് ഒരു സ്നേഹ സംഗമമാണെന്ന്. കുറ്റ്യാടിയിലെ പരിപാടി 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. പരിപാടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ജാഥയുടെ ഒരു സിസ്റ്റം തന്നെ, ജാഥാ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കരുത്, ജാഥാ ക്യാപ്റ്റൻ സംസാരിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് കുറേ നേതാക്കന്മാർ സ്റ്റേജിൽ ഉണ്ടായപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സീനിയറായ MK രാഘവൻ MP സംസാരിച്ചു. തൊട്ടടുത്ത് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടത്. അപ്പം സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ജാഥാ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ്. വേറെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതെ ശ്രീ കക്കട്ടിൽ, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഷാഫി പറമ്പിൽ അങ്ങയുടെ കഴുത്തിന് പിടിച്ച് ഒരു തള്ളു വെച്ച് തന്നത്. ഇത് കാണാൻ ക്യാമറ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? ആ തള്ളൽ ഒരു പക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ട് ഷാഫി അങ്ങയെ ബാക്ക് ബെഞ്ചിലേക്ക് പ്രൊമോട്ട് ചെയ്തതാവാം അല്ലേ? പ്രിയ കോൺഗ്രസ് നേതാക്കളെ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ നിങ്ങൾ ഉലക്കമേൽ കിടക്കാൻ പോയിട്ട് ഒരേ സ്റ്റേജിൽ ഇരിക്കാൻ പോലും കഷ്ടപ്പെടുകയാണ്. ജനങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ കോമാളികളാകുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? തള്ളുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് ക്യാമറ ഇല്ലാത്തയിടത്ത് വെച്ചാകുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.